ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങനെ പെട്ടെന്നൊന്നും യുദ്ധം തീരുന്ന ലക്ഷണമില്ല. ജനീവയിൽ നടന്ന ചർച്ചയൊന്നും വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഖമനിയെ തീർക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിന് സമാധാനവും കിട്ടുക. ഈ പഴയ സദാം ഹുസൈനിൽ പാളിയത് ഇവിടെ പാളാനുള്ള സാധ്യത ഇല്ലാതെയുള്ള ഒരു വലിയ തന്ത്രങ്ങളാണ് മൊസാദ് മെനയുന്നത്. ഖമനയുടെ ബങ്കർ വരെ മൊസാദ് എത്തിയെന്നും കേൾക്കുന്നു. എന്താണ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷം? യുദ്ധത്തിലേക്കാണോ പോകുന്നത്, സമാധാനത്തിലേക്കാണോ? ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, രണ്ട് കൂട്ടർക്കും ആൾനാശം ഉണ്ടാകുന്നു. 600-ലധികം പേർ ഇറാനിൽ കൊല്ലപ്പെടുന്നു, 200-ഓളം പേർ ഇസ്രായേലുകാർ കൊല്ലപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഈ യുദ്ധം മുന്നോട്ട് പോകരുത് എന്നാണ് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഈ ഫ്രാൻസിൻ്റെ അതുപോലെ തന്നെ UK ഒക്കെ തന്നെ വിദേശകാര്യമന്ത്രിമാരുമായിട്ടൊക്കെ നയതന്ത്ര തലത്തിൽ ചില ചർച്ചകൾ നടത്തുന്നു. ഒടുവിൽ ട്രംപ് പറയുന്നു അവർക്ക് യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്താനുള്ള താല്പര്യം അമേരിക്കയുമായിട്ടാണ്. ഈ അമേരിക്ക ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും തങ്ങൾ രംഗത്തേക്ക് ഇറങ്ങും, യുദ്ധമേഖലയിലേക്ക് ഇറങ്ങും എന്നതിൻ്റെ ഒരു പരോക്ഷ സൂചന കൂടിയാണ്. ഇവിടെയാണ് ഇസ്രയേലിൻ്റെ കയ്യിലെ ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയുധങ്ങൾ തീരാറായപ്പോൾ തന്നെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നു. അതായത് നിലവിൽ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയ ആചാര്യൻ ബങ്കറിനുള്ളിൽ എവിടെ ഒളിച്ചിരിക്കുകയാണ്. ഈ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇത്രയും കാലം അയത്തുള്ള അലി ഖമനേയിക്ക് പ്രൊട്ടക്ഷൻ നൽകിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന അവിടുത്തെ സംഘടനയാണ്, അവിടുത്തെ സേനാ വിഭാഗമാണ്. പക്ഷേ ഖമനേയി പിന്നിലേക്ക് വരികയും ഈ IRGSന് പൂർണ്ണമായ അധികാരങ്ങൾ വിട്ടു നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഖമനേയി ഇപ്പോൾ നിൽക്കുന്നത് ഹിസ്ബുള്ളയുടെ ഒരു പിന്തുണയിലാണ് എന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഒരു സംരക്ഷണയിൽ ഈ അയത്തുള്ള അലി ഖമനേയിക്ക് നിൽക്കാൻ കഴിയുന്നു. നമുക്കറിയാം ഹിസ്ബുള്ളയുടെ നേതാക്കളെയൊക്കെ മൊസാദ് പേജർ ആക്രമണത്തിലൂടെയാണ് കൊലപ്പെടുത്തിയത്. ലോകം ഇന്ന് വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു ആക്രമണ ശൈലി തന്ത്രം ഇതാണ് മൊസാദ് പ്രയോഗിച്ചത്. അങ്ങനെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊലപ്പെടുത്തിയതും. അതേ കാര്യം മനസ്സിലാക്കിയതോടുകൂടി അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള പല നേതാക്കളും, അതായത് സൈനിക തലവന്മാരും ഇപ്പോൾ മൊബൈൽ ഫോൺ പോലും ഉപേക്ഷിച്ചു എന്നതിൻ്റെ വാർത്തകൾ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാനിലെ പ്രധാനപ്പെട്ട പട്ടാള നേതാക്കൾ എവിടെയാണ്, അവർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടാണ് ഇസ്രായേൽ ആദ്യ ദിവസം തന്നെ ഇവരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ മൊസാദ് നടത്തുന്ന ഓപ്പറേഷൻ എന്നാണ് കരുതുന്നത്. ഇവിടെ അയത്തുള്ള അലി ഖമനേയി ഏതോ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. ഇത് മൊസാദ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇറാനിനുള്ളിലേക്ക് മൊസാദിൻ്റെ കമാൻഡോകളും ചാരന്മാരും കടന്നു കയറുകയും അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ എത്രത്തോളം മൊസാദിൻ്റെ ചാരന്മാരുണ്ട് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ നോക്കി ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയത്. മാത്രമല്ല ഈ തന്ത്രം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രിസൈസ് അറ്റാക്കിലൂടെ ഇനി അയത്തുള്ള അലി ഖമനേയിയെ കൊല്ലാനായിട്ട് ഇസ്രായേൽ തീരുമാനമെടുത്തു. മുമ്പ് ഈ സദ്ദാം ഹുസൈൻ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി. അതായത് ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് പോലെ ഇസ്രായേലുമായിട്ട് ഈ ഇറാഖ് ഒരു പ്രശ്നമുണ്ടായി. അന്ന് ഈ പറയുന്ന സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരിയെ തീർക്കാനായിട്ട് ശ്രമം നടത്തി. സദ്ദാം ഹുസൈൻ്റെ പ്രായമായ അമ്മാവനെ കൊല്ലണം എന്നായിരുന്നു അന്നത്തെ ചിന്ത. ആ രീതിയിലുള്ള ആക്രമണമൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ അവിടെയൊന്നും മൊസാദിൻ്റെ തന്ത്രം ഫലിക്കുന്നില്ല. അമ്മാവൻ മരിച്ചാൽ അമ്മാവൻ്റെ സംസ്കാര ചടങ്ങുകൾ ഒരു പക്ഷേ ബാഗ്ദാദ് പോലെ ഏറെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത മറ്റൊരു നഗരത്തിലായിരിക്കും നടത്തുക. അവിടെ വെച്ച് വേണമെങ്കിൽ വിമാനത്തിൽ ബോംബ് വെക്കാം, അല്ലെങ്കിൽ ഇയാൾ വന്ന് പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ബോംബ് പൊട്ടിച്ചു കൊല്ലാം. ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ ഇതെല്ലാം തന്നെ പാളിപ്പോയി. അപ്പോൾ മൊസാദിൻ്റെ എല്ലാ തന്ത്രങ്ങളും 100% വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അയത്തുള്ള അലി ഖമനേയിയെ ബങ്കറിലേക്ക് ഒളിപ്പിച്ചിട്ട് അവിടെ സുരക്ഷിതമായി ഇരുത്തി ഹിസ്ബുള്ള ചില രഹസ്യമായ കാവലുകൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഏർപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇത് ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ മൊസാദിൻ്റെ ഓപ്പറേഷൻ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനപ്പുറമല്ലേ എല്ലാ കാലത്തും? തീർച്ചയായിട്ടും എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പോൾ സദാം ഹുസൈൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച മൊസാദിന് ഇവിടെ പറ്റിയിട്ടുണ്ടാകാം. പിന്നീട് അത് പാകിസ്ഥാനിലെത്തി അമേരിക്ക സദാം ഹുസൈനെ കൊന്ന് തിരിച്ചു വരുമോ എന്നുള്ള ഭയത്തിൽ കടലിൽ കെട്ടിത്താഴ്ത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ മൊസാദിൻ്റെ തന്ത്രം പാളിയെങ്കിലും പിന്നെ ഇങ്ങോട്ട്
അങ്ങോട്ട് നമ്മൾ മൊസാദിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മൊസാദ് ഒരിടത്തും പരാജയപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവർ തീർക്കാൻ ഖമനയോട് പറഞ്ഞാൽ നിങ്ങളെ തീർത്തിരിക്കും, അതിലിനി ഒരു സംശയം വേണ്ട. 86 വയസ്സായിട്ടുള്ള ഒരു പടുവൃദ്ധനാണ് ഖമനേയി. ഇനി എത്ര നാൾ ആയുസുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഖമനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബങ്കറിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മരിക്കുന്നു, ഇവരുടെ സൈനിക മേധാവികളെ എല്ലാം മൊസാദ് തീർക്കുന്നു. പക്ഷേ സഹായത്തിനായി ഇപ്പോൾ ഉള്ളത് ഹിസ്ബുള്ള മാത്രമാണ്. ഹിസ്ബുള്ളയുടെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ ഖമനയെ ഇങ്ങനെ സ്വൈര്യ ജീവിതം നയിക്കുന്നു. പക്ഷേ ട്രംപ് പറയുന്നുണ്ട് നിങ്ങളുടെ കതവിന്റെ അടുത്ത് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഇനി അത് തുറന്ന് നിങ്ങളെ തീർത്താൽ മാത്രം മതി. അതിന് തീർക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് 2 ആഴ്ചത്തെ സമയം തരാം. ഇപ്പൊ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ സ്ഫോടനം നടത്തി, ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തി എന്നുള്ള വാർത്തകൾ വരുന്നു. ഇറാനിലെ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ പല മേഖലകളും ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾ ഇന്നലെ ജനീവയിൽ ചർച്ച നടന്നുവെങ്കിലും ആ ചർച്ച പൂർണ്ണമായും ഫലം കണ്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് വീണ്ടും ആക്രമണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ളത്. എന്തായാലും ഖമനേയി അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം സമാധാനപരമായ ഒരു ചർച്ചയ്ക്ക് നീങ്ങിയില്ലെങ്കിൽ, ഇപ്പോൾ യുറേനിയം സമഷ്ടികരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചർച്ചയിൽ ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇറാൻ ചാമ്പലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ അവിടുത്തെ സിവിലിയൻസിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തിയേക്കാം, അവരെ ചിലപ്പോൾ ഇസ്രായേൽ സംരക്ഷിച്ചേക്കാം. പക്ഷേ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഹൂത്തികളുടെയും ഇവരുടെയൊക്കെ നേതാവായ ആയത്തുള്ള അൽ ഖമനിയുടെയും കാര്യം പോക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇക്കാലം അത്രയും അമേരിക്ക ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ കരുതിയിരുന്നത് ഇറാൻ വളർത്തി വലുതാക്കിയ പ്രോക്സികളെല്ലാം തീർന്നു എന്നാണ്. അതായത് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളൊന്നും ഇല്ല എന്ന് കരുതി. പക്ഷേ ചെങ്കടലിലേക്ക് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് പിന്നെയും ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും അതുപോലെ തന്നെ അവരുടെ ട്രേഡ് വ്യാപാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹിസ്ബുള്ള രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഈ ആയത്തുള്ള അലി ഖമനയെ പൊതിഞ്ഞു പിടിക്കുകയാണ്. കാരണം പേജർ ആക്രമണം ഉണ്ടായി, ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ചെന്നിരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഗസ്റ്റ് ഹൗസ് തകർത്തുകൊണ്ട് മൊസാദിൻ്റെ ഓപ്പറേഷൻ നടത്തി. അതുകൊണ്ട് ഏതാണ്ട് തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി ഹിസ്ബുള്ളയുടെ ഒരു പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് UN ഇപ്പോൾ പറയുന്നത്, അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ പറയുന്നു, അതായത് പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന ഈ ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ നിർത്തണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഈ ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ആണവ പരീക്ഷണം നിർത്തി എന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ ഞങ്ങൾ കീഴടങ്ങി എന്ന് നെതന്യാഹുവിനോട് ആയത്തുള്ള അലി ഖമനേയി ചെന്ന് പറയണം. ഇതിനുള്ള സാഹചര്യം ഏതാണ്ട് വളരെ വിരളമാണ്. അങ്ങനെ വിരളമായാൽ ഫോർദോയിലെ ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആണവായുധങ്ങൾ ഏത് നിമിഷവും ലോകത്തിന് മേലെടുത്ത് വെച്ച് പ്രയോഗിക്കാം. ഇപ്പോൾ തന്നെ അറിയാം, റാഫേൽ മരിയാനോ ഗ്രോസി, അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനാണ്. അദ്ദേഹം പറയുന്നത് നദാൻസിന് നേരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകത്തിന് അപകടകരമാണ്. ഫോർദോയ്ക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ ബങ്കർ മിസൈലുകളോ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഈ വാക്കുകളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് മൊസാദിൻ്റെ ഓപ്പറേഷനെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നത്. കാരണം അവസാന നിമിഷത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആയത്തുള്ള അലി ഖമനയും മകൻ മൊജ്താബ് ഖമനയും അവരുടെ കുടുംബവും ഇവരെ തീർക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഒറ്റ വാക്കിലോ ഒറ്റ നിർദ്ദേശത്തിലോ ആണവായുധങ്ങൾ ലോകത്തിന് നേരെ പ്രയോഗിക്കാൻ അവർക്കൊരു തീരുമാനമെടുക്കാം. അതായത് ഒരു മതഭീകരതയെ ഉള്ളംകൈയിൽ കൊണ്ട് നടക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നു. ആകെ പിന്തുണ കൊടുക്കുന്ന തുർക്കി മാത്രമാണ്. പിന്നീട് ഒരു പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ മാറി. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ പ്രത്യക്ഷമായി സഹായമില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഇറാന് ഏത് നിമിഷവും ആണവായുധങ്ങൾ പ്രയോഗിക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മൊസാദ് ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയൊക്കെ പിന്തുണയിൽ ജീവിക്കുന്ന ആയത്തുള്ള അലി ഖമനയെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ തീർക്കുമ്പോൾ ഒരു കാരണവശാലും IRGCയുടെ തലവന്മാരിലേക്ക് വിവരങ്ങൾ ചോരാതിരിക്കാനും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഈ ആയത്തുള്ള അലി ഖമനയിലേക്ക് സന്ദേശങ്ങൾ നൽകാതിരിക്കാനുമുള്ള പ്രതിരോധം തീർക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മൊസാദ് ചാരന്മാർക്ക് നുഴഞ്ഞു കയറാനും ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാഹനമാർഗം ഇറാനിലേക്ക് എത്തിക്കാനും സാധിച്ചത്. ഈ രീതിയിലുള്ള ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ സദ്ദാം ഹുസൈനെ പോലെയുള്ള നേതാക്കളെ തീർക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മൊസാദ് കൃത്യമായൊരു ഓപ്പറേഷൻ പദ്ധതിയിടുന്നു. അതായത് ആയത്തുള്ള അലി ഖമനയെ പൊതിഞ്ഞു പിടിച്ച ഹിസ്ബുള്ളയും തീർക്കും, മൊസാദിൻ്റെ തന്ത്രം വിജയിക്കുകയും ചെയ്യും. ലോകം ഒരിക്കൽ കൂടി ഞെട്ടും. സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്.
ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം ഏതൊക്കെ തരത്തിൽ ഇറാനെതിരെ നീങ്ങുമെന്നുള്ളതും അമേരിക്ക അതിൽ ഏതൊക്കെ തരത്തിൽ സഹായിക്കുമെന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം. മൊസാദിന്റെ ആക്രമണങ്ങളൊക്കെ സിരിജ് പറഞ്ഞതുപോലെ ഇറാനിനുള്ളിൽ കടന്ന് 1 വർഷത്തോളം ഇറാന്റെ ഉള്ളിൽ താമസിച്ച് പദ്ധതിയിട്ട് ഇറാനെ തകർക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ശാസ്ത്രജ്ഞന്മാരെയും സൈനിക മേധാവികളെ തീർത്തു എങ്കിൽ അത്തരത്തിലൊരു നീക്കം മൊസാദിന് നടത്താൻ കഴിയുമെങ്കിൽ ഖമനിയെ തീർക്കാൻ വലിയ താമസമൊന്നും വേണ്ട. മൊസാദ് ഒന്ന് വിചാരിച്ചാൽ ഖമനയി അവിടെ തീർന്നു. പക്ഷെ ഖമനയി തീർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഖമനയിയെ ഇത്രയും നാൾ വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷെ ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നാൽ ഖമനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.